എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ഹൈന്ദവ സമുദായപ്പെട്ട ഒരു സ്ത്രീയാണ്. 2 കൊല്ലമായി ഞാൻ മാമോദിസ. ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മകനും മകൻ്റെ ഭാര്യയും 3 കുട്ടികളും മാമോദിസ മുങ്ങിയിട്ട് 2 കൊല്ലമായി. ഈശോയിൽ വിശ്വാസം തുടങ്ങിയിട്ട് ഞങ്ങളുടെ നാട് ഉപേക്ഷിച്ചു, വീട് ഉപേക്ഷിച്ചു. ഞങ്ങൾ വേറൊരു നാട്ടിൽ വന്ന് ഇപ്പോൾ ഇരിക്കുകയാണ്. ഈശോയെ പ്രതി ഞാൻ എന്തെങ്കിലും വരുമ്പോൾ എൻ്റെ ഈശോയോട് പറയും, നിന്നെ പ്രതിയല്ലേ നാടും വീടൊക്കെ വിട്ടു പോകുന്നത്, നീ ഒരിക്കലും ഞങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലേ കർത്താവേ എന്ന് പറയും. പക്ഷേ ഇതിനു മുമ്പ് എൻ്റെ ദൈവത്തെ അറിയാൻ പറ്റിയില്ലല്ലോ ദൈവമേ. എത്ര കാലം 76 വയസ്സാണ് എനിക്ക്. പക്ഷേ നമ്മൾ പല തെറ്റിലും പാപങ്ങളും ഒക്കെ വീണ് പോയിട്ടുള്ള ഭാവിയാണ്. ദൈവമേ, ഇപ്പോഴെങ്കിലും എൻ്റെ ദൈവത്തെ അറിഞ്ഞ് എൻ്റെ മക്കളെങ്കിലും ദൈവത്തെ അറിഞ്ഞ് അവർക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് ഈ ബ്രദറുടെ ഈ ധ്യാനം ഉണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ വേറെ പോട്ടയിലേക്കൊക്കെ പോകണം. എനിക്ക് തീരെ അസുഖമാണ്, 100 രോഗങ്ങളുണ്ട് എനിക്ക്. അപ്പോൾ എനിക്ക് തീരെ വയ്യ. അപ്പോൾ നീ ധ്യാനത്തിനൊന്ന് പോവായിരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് തന്നെ പറഞ്ഞേക്കാൻ മരുമകൾക്കും വിഷമമുണ്ട്. ആർക്കും എനിക്കൊരു തുണയില്ല. പിന്നെ പറഞ്ഞു പിടിച്ച ഒരു തുണ എനിക്ക് കിട്ടി, ദൈവം തന്നു. അപ്പം ഞങ്ങളിവിടെ ഇപ്പോൾ ധ്യാനം കൂടാൻ വന്നപ്പോൾ ഹോട്ടലിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഈ ബ്രദറിന് നല്ല ധ്യാനമാണ്, പ്രത്യേക ധ്യാനമാണെന്നൊക്കെ വേറെ ആൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരണം. പക്ഷെ 6 ദിവസമൊക്കെ ഉണ്ടെന്ന് കേട്ടപ്പോൾ എനിക്കൊരു പേടി. 6 ദിവസമൊക്കെ എനിക്ക് വയ്യാത്ത ഞാൻ എന്താ ചെയ്യുക? പിന്നെ അപ്പം അവളും മരുമോള് പറയും, അമ്മയ്ക്ക് വിശ്വാസമില്ല, അതുകൊണ്ടാണ് അമ്മ അങ്ങനെ പറയണത്, അമ്മ വിശ്വസിച്ചോളൂ, ഒന്നും വരില്ല ദൈവത്തിൻ്റെ അടുത്തേക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ്. എനിക്ക് 2 മക്കളാണ്, ഒരാണും ഒരു പെണ്ണും. മകളും മാമോദിസ മുങ്ങി, മകളുടെ ഭർത്താവും മുങ്ങി, മകളുടെ 3 മക്കളും മുങ്ങി. ഞാനും എൻ്റെ മോനും മോൻ്റെ 3 മക്കളും എൻ്റെ ഭർത്താവും അങ്ങനെ ഞങ്ങൾ 12 പേര് മാമോദിസ മുങ്ങി. അവൾ വെളുപ്പായൽ, മോള്. ഞാനിവിടെ കോഞ്ചേരി റോട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ വീട് അത്താണി മണാലൂരാണ്. അവിടെ നിന്നൊക്കെ വീട് വിറ്റ് ഞങ്ങൾ പോകുന്നു. ഇവിടെ വന്ന് ഈശോ നല്ലൊരു വീട് തന്നു ഞങ്ങൾക്ക്. ഞാൻ വിളിച്ചോർത്തൊക്കെ എൻ്റെ ഈശോ എല്ലാ കാര്യങ്ങളും എനിക്ക് സാധിപ്പിച്ചു തരുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഞാൻ ഈശോയോട് എപ്പോഴും പരാതി പറയാറാണ്. എനിക്കെന്നും വയ്യ. മക്കളും പറയും, അമ്മ ഒരുപാട് ധ്യാനത്തിന് പോയിട്ട് അമ്മയ്ക്കൊരു രോഗം ഒന്നും മാറുന്നില്ല, അമ്മ ക്ഷമിക്കില്ല, അമ്മ അതുകൊണ്ടാണ്, അമ്മയുടെ ശീലം നന്നല്ല പറഞ്ഞിട്ട് അവരും എന്നെ പറയും. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഈശോയോട് എപ്പോഴും പറയും, എന്നെ ഒന്നും തൊടുന്നില്ല, എന്നെ ഒന്നും തൊടാത്ത എന്താ എന്ന് ചോദിക്കും. പക്ഷേ എനിക്ക് ഒന്നും തോന്നില്ല. ഞാൻ ധ്യാനം കഴിഞ്ഞ് വീണ്ടും പോവും. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ തീരെ വയ്യാൻ്റെ ഇപ്പോൾ ഞാൻ ഇവിടേക്ക് വന്നത്. ഇപ്പോൾ എനിക്ക് ഇവിടെ ഈ ബ്രദറുടെ ധ്യാനം കേട്ട് വചനങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാൻ ബൈബിള് വായിക്കും. എനിക്ക് പറയുമ്പോൾ വചനങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എനിക്ക് കാണാൻ പാടൊന്നും വചനം പറയാനും എനിക്ക് വിദ്യാഭ്യാസമില്ല. ഞാൻ 2 ക്ലാസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. എൻ്റെ മോളെയും മോനെയൊക്കെ ഞാൻ പഠിപ്പിച്ചു. അതിനൊക്കെ എനിക്ക് അനുഗ്രഹം ദൈവം തന്നു. അങ്ങനെയൊക്കെ അപ്പോൾ എനിക്കൊന്നും പറയാനൊന്നും അറിയില്ല. എന്നാലും ഞാൻ ഇവിടെ വന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ ഈശോയുടെ മുമ്പിൽ പറയട്ടെ വെച്ചിട്ട് ഞാൻ അപ്പം ഇങ്ങോട്ട് കയറി വന്നത്. എനിക്കൊന്നും പറയാനറിയില്ല. എൻ്റെ ഈശോയ്ക്ക് നന്ദി, ഈശോയ്ക്ക് സ്തുതി. നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് അമ്മച്ചിക്കും കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. ഈശോയെ സ്തോത്രം. ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, അമ്മച്ചിയെ കൂടുതലായിട്ട് അനുഗ്രഹിക്കണേ. ഈ അമ്മച്ചിയുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം അങ്ങേക്കറിയാമല്ലോ. ഈ അമ്മച്ചിയുടെ സഹനവും വേദനയും എല്ലാം ഈശോയെ ആശ്വസിപ്പിക്കുന്നു എന്ന് പറയുന്നു. ഈശോയ്ക്ക് വലിയ സന്തോഷമാണ് അമ്മച്ചിയെ പ്രതി കേട്ടോ. ഇനി പരാതിയൊന്നും പറയണ്ട. ഇനി പരാതി പറയണ്ട. ഒരാൾക്കും കിട്ടില്ല അത്രയും ഒരു അനുഗ്രഹമുള്ള ഒരു മരുമകളെ എനിക്ക് എൻ്റെ ഈശോ തന്നു. അതുപോലെ മകൾക്ക് തന്ന ഭർത്താവും ആരും കൊള്ളില്ല. പക്ഷെ പിള്ളേർ ഇപ്പോൾ പഠിക്കുന്ന പിള്ളേരല്ലേ, അവർ ഒരു കുഴപ്പമുണ്ടാക്കിയിട്ടില്ല. എന്നാലും അത്ര വലിയ സുഖമില്ല. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി എപ്പോഴും ചിന്തയാണ്. എൻ്റെ മക്കൾ ഇങ്ങനെ വചനം കേട്ടില്ലേ, നിന്നിൽ ആത്മാവും വചനവും ഉണ്ടെങ്കിൽ അത് താനെ നമ്മുടെ മക്കളിലേക്കും അവരുടെ മക്കളിലേക്കും ഒഴുകും. മനസ്സിലായോ? ഒരു കുഴപ്പമില്ല. നമ്മൾ ഇനി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തന്നെയും കർത്താവ് ക്ഷമിക്കും കേട്ടോ. വിഷമിക്കണ്ട കേട്ടോ. ഓക്കെ, ശരി. ഒന്ന് പിടിച്ചത് കുമ്പസാരിക്കാം. നാളെ മറ്റന്നാൾ കുമ്പസാരിക്കാം. സൂക്ഷിച്ച്. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ?